വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിവാദത്തിലൊരു പുതിയ വിവരം പുറത്തു വരുന്നത് അത് ഗവർണർ നൽകിയ നോട്ടീസ് കൃഷിവകുപ്പ് ഇപ്പോൾ പുറത്തുവിടുന്നു. ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തണമെന്നും ആദരിക്കണമെന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. ഒരു കർഷകനെയും ഒരു കർഷക തൊഴിലാളിയെയും ആദരിക്കണം എന്ന ആവശ്യം കൃഷിവകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചില്ല. 2 നോട്ടീസാണ് നൽകിയത്. അതിൽ ആദ്യ നോട്ടീസിൽ ഈ ഭാരതാംബയെ ആദരിക്കണം എന്നുള്ള ഭാഗമില്ല. പിന്നീട് നൽകിയ നോട്ടീസിലാണ് അത് സംബന്ധിച്ച കൂട്ടിച്ചേർക്കൽ ഉണ്ടായത്. മറ്റു മാറ്റങ്ങളൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്നും ഈ രാജ്ഭവൻ പുറത്തിറക്കിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ നൽകിയ 2ാമത്തെ നോട്ടീസിലാണ് പുഷ്പാർച്ചനയും ഭാരതാംബയ്ക്ക് വിളക്ക് കൊളുത്തലും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആ 2 നോട്ടീസുകളും ഇപ്പോൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഈ വലിയ വിവാദം ഇങ്ങനെ ആളിക്കത്തുന്നതിനിടെ ഈ കൃഷിവകുപ്പ് ഈ 2 നോട്ടീസുകളും പുറത്തുവിടുന്നു. അത് 2ന്റെയും ഉള്ളടക്കം എങ്ങനെയാണ് മനീഷ് മഹിബാൽ? റിജിത്ത്, ഈ കൃഷി വകുപ്പ് നിലവിൽ പുറത്തുവിട്ടത് കൃത്യമായ പ്രോട്ടോകോൾ ഉള്ള രാജ്ഭവനിൽ നിന്ന് നൽകിയ ഗവർണറുടെ പരിപാടിയെ സംബന്ധിക്കുന്ന നോട്ടീസാണ്. നമുക്കറിയാം, രാജ്ഭവനിലെ എന്ത് പരിപാടി അല്ലെങ്കിൽ ഗവർണർ സംബന്ധിക്കുന്ന എന്ത് പരിപാടിക്കും കൃത്യമായ പ്രോട്ടോകോൾ ഉള്ളതാണ്. മുൻകൂട്ടി തന്നെ ഏത് പരിപാടിയിലാണോ ആ സംഘാടകർക്ക് അത് സംബന്ധിച്ച നോട്ടീസ് അത് അയച്ചു കൊടുക്കുകയും ഒപ്പം തന്നെ ആ പരിപാടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നടത്താനുള്ള അവകാശം അത് രാജ്ഭവന് തന്നെ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നോട്ടീസ് നേരത്തെ കൃഷിവകുപ്പിന് കൈമാറിയിരുന്നു. കൃഷിവകുപ്പ് ചില ആവശ്യങ്ങൾ, അതായത് ഈ പരിപാടിയെ സംബന്ധിച്ച് പരിസ്ഥിതി ദിനമാണ്, ഒരു കർഷകനെയും ഒരു കർഷക തൊഴിലാളിയെയും ആദരിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ആവശ്യത്തെ നിരാകരിക്കുക മാത്രമല്ല ചെയ്തത്. ഇവിടെ ഭാരതാംബയെ ആദ്യത്തെ നോട്ടീസിൽ ഭാരതാംബയെ സംബന്ധിച്ച ഒരു പരാമർശവും ഇല്ലായിരുന്നു. അതായത് ആദ്യം വെൽക്കം അഡ്രസ് ആണ്, അതായത് സ്വാഗത പ്രസംഗത്തിന് മുൻപായി ആദ്യത്തെ നോട്ടീസിൽ ഒരു കാര്യവും വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ പിന്നീട് നൽകിയിട്ടുള്ള സ്വാഗത പ്രസംഗത്തിന് മുൻപായി, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് ആദ്യം സ്വാഗതം പറയുന്നത്. അതിന് മുന്നോടിയായി ഒരു പരിപാടിയും ആദ്യ നോട്ടീസിൽ ഇല്ല എങ്കിൽ പിന്നീട് ലൈറ്റിംഗ് ഓഫ് ദി ലാമ്പ് ഓഫ് ഭാരതാംബ ആൻഡ് ഫ്ലോറൽ ട്രിബ്യൂട്ട് ടു ലോഡസ് ഭാരതാംബ എന്ന രീതിയിൽ ഭാരതാംബയെ പുഷ്പാർച്ചന നടത്തുക, ഒപ്പം തന്നെ വിളക്ക് കൊളുത്തുക എന്നീ രീതിയിലുള്ള ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി 2ാമത്തെ നോട്ടീസിൽ കൂട്ടിച്ചേർത്തതാണ് കൃഷിവകുപ്പ് നിലവിൽ പുറത്തുവിടുന്ന നോട്ടീസിലുള്ള. ഒപ്പം തന്നെ ഈ പരിപാടിക്ക് ഒരു തരത്തിലുള്ള മാറ്റം വരുത്താനും ഉള്ള അവകാശമില്ലെന്നും കൂടി പറയുന്നു. ഒപ്പം തന്നെ കൃഷിവകുപ്പ് ആവശ്യപ്പെട്ട 2 പേരെ ഉൾക്കൊള്ളിക്കാനുള്ള ആ ആവശ്യവും രാജ്ഭവനിൽ നിന്ന് നിരാകരിക്കുകയും ചെയ്തു. എന്നാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നിന്നുണ്ടായ നീക്കം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അതിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കുചിതമായ രാഷ്ട്രീയം ഒളിച്ചു കടത്തുകയാണ് രാജ്ഭവനും ഗവർണറും ചെയ്യുന്നത്. നേരത്തെ പല വിയോജിപ്പുകളും ആരിഫ് മുഹമ്മദ് മഹാനുമായി ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും അത് വ്യക്തമാക്കുകയായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് രഹസ്യമായി ചില പരിപാടികൾ സർക്കാർ പരിപാടി എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് RSSന്റെ ഭാരതാംബയെ ഒളിച്ചു കടത്താനുള്ള നീക്കമാണെന്നാണ് കൃഷിവകുപ്പ് കൂടി വ്യക്തമാക്കുന്നത്. എന്താണെങ്കിൽ ഈ നോട്ടീസ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് തന്നെയാണ് നിലവിൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടുന്നത്. ശരി, സർക്കാരിന്റെ പരിപാടിയിൽ സംഘപരിവാർ രാഷ്ട്രീയം ഒളിച്ചു കടത്താനുള്ള ശ്രമം രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുവെന്ന് അതിരൂക്ഷമായ വിമർശനം സർക്കാർ ഉന്നയിക്കുന്നതിനിടയിലാണ് കൃഷിവകുപ്പ് ഈ 2 നോട്ടീസുകൾ, രാജ്ഭവൻ നൽകിയ 2 നോട്ടീസുകളും ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തണമെന്നും ആദരിക്കണമെന്നും ഒക്കെ പറയുന്ന ഈ 2ാമത്തെ നോട്ടീസിലാണ്. നേരത്തെ കൃഷിവകുപ്പ് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, ഒരു കർഷകനെ ആദരിക്കണം എന്നതടക്കമുള്ളത്. അത് പക്ഷേ രാജ്ഭവൻ അംഗീകരിച്ചിട്ടുമില്ല എന്നാണ് ഈ നോട്ടീസിൽ നിന്ന് വ്യക്തമാവുന്നത്. മനീഷ് മഹിബാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി